രാവിലെ രാവിലെ തൊട്ട് മഴ കേട്ടോ. സീൻ ഡേ ആണ്. വീക്കെൻഡാണ്. നല്ല തിരക്കുണ്ട്. പെരുമഴ പുറത്ത്. ഇന്ന് ചീയും. നല്ല തണുപ്പും. പൊളിക്കലേ. സൈഡില് കോട, മഴ, തണുപ്പ്, ഡെലിവറി പിന്നിക്കും. വീക്കെൻഡ് ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. നെക്സ്റ്റ് വീക്ക് തിരക്കുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനം ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരിക്കും. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് റണ്ണായിട്ട് ഇറങ്ങിയുള്ളൂ കേട്ടോ. എപ്പോ തുടങ്ങിയ മഴയെന്നറിയാമോ? തീർ മഴ എന്ന് പറഞ്ഞാൽ തീർ മഴ കേട്ടോ. ഇന്ന് 100% കാണിച്ചേക്കണം. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം മഴയായിരിക്കും. നമ്മളങ്ങനെ ഫസ്റ്റ് റണ്ണ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് എടുക്കാൻ വേണ്ടിട്ട് പുഴയിലേക്ക് പോവാട്ടോ. നല്ല തിരക്കാട്ടോ. 7 മണിക്ക് കൊടുക്കേണ്ട ബിസിനസ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് 10:30 ഇറക്കാൻ മതി. തേറി പൂരായിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ രാവിലെ 7 മണിക്ക് ഡെലിവറി ചെയ്യേണ്ട ബിസിനസ്സുകളാട്ടോ അതൊക്കെ. ഇപ്പം ഞാൻ വന്നപ്പോൾ 10:30. അതെന്നാ പറയണേന്ന് അറിയാൻ പറ്റില്ല. ഈ തെറി ഓടിക്കും. പെട്ടെന്ന് ഇറക്കിയിട്ട് ഇറങ്ങി ഓടിയിട്ടോ. പുള്ളിനെ കണ്ടില്ല. പുള്ളി അവിടെ ഉണ്ടായില്ല. അവർക്ക് ഇത് കിട്ടിയിട്ട് വേണമായിരിക്കും വേറെ സ്ഥലത്തോട്ടൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ഡിലേ ആവും. ഫുൾ ഡിലേ ആവും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് ഇവിടെ ഈ ഏരിയ ഒക്കെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ചെയ്യണേ കേട്ടോ. ഇന്നിപ്പോൾ സമയം 10:30. മഴയുടെ ഒരു കാഠിന്യം ഉണ്ട്. പോരാത്തതിന് തിരക്കുമായിരുന്നു. നമ്മളങ്ങനെ ഉണ്ടല്ലോ ഡിപ്പോയിൽ എല്ലാ ലോഡും കയറ്റിട്ടോ. എല്ലാ സാധനവും കയറ്റി. ഏരിയ കാലിയായി. ഒരെണ്ണം പോലും ഇല്ല. നിങ്ങൾക്കിതങ്ങ് കൊടുത്ത് തീർത്താണ്ടല്ലോ നമ്മുടെ പണി തീർന്നു. ഞാനൊരു വീട്ടിൽ ഡെലിവറി ചെയ്യാൻ വന്നോട്ടോ. ആ വീട്ടിൽ ഓറഞ്ച് ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ. കട്ടി തരട്ടോ. കണ്ടോ, പ്രാന്ത് പിടിച്ചാലും ഉണ്ടായിക്കോ. രാവിലെ തുടങ്ങിയ മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ മഴ കേട്ടോ. ഇതുവരെ മഴ മാറിയില്ല. മഴ പിന്നെ നൈസുണ്ടല്ലോ. ഇന്നിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ട് ഉള്ള പാർസലെല്ലാം കുറച്ച് തീർപ്പം ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച വലിയ തലവേദനയാവും. അതുകൊണ്ട് ഒരെണ്ണം പോലും മാറ്റി വയ്ക്കാൻ പറ്റില്ലായിരുന്നു. പുറത്ത് ഔട്ട് സൈഡ് കാട്ടി തരാട്ടോ. മഴയും കോടയും മഞ്ഞും.
ഫ്രണ്ടിലുള്ള മലകളൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കോട്ടെ, ഇങ്ങനെ അടഞ്ഞ അന്തരീക്ഷമായോട്ടെ. ഇത്രേ നേരം മഴയായിരുന്നു കേട്ടോ. മഴ മാറി പെട്ടെന്ന് വെയിൽ കളിക്കും. പക്ഷെ മലയുടെ മേളിലൊക്കെ മഞ്ഞിട്ടോ. നമ്മുടെ ഇവിടുത്തെ ഒരു വീട്ടിലെ ഡെലിവറി ആണ് കൊടുത്ത് നമ്മുടെ ഇവിടുത്തെ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. പിക്കപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. സമയം ഉണ്ടായില്ല ഇന്ന് ഒന്നിനും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാം കൊടുത്തു തീർക്കാനുള്ളതുകൊണ്ടൊക്കെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാണ്ട് പണിയെടുക്കുമായിരുന്നു. ഇനി ഇതേ പിക്കപ്പിന് ഇറങ്ങും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തൊട്ട് 2 ദിവസത്തിന് ഓഫാണ്. നാളെ തൊട്ട് 2 ദിവസത്തിന് വർക്കൊന്നുമില്ല. നാളെ രാവിലെ കുറച്ച് നേരം ഡിപ്പോയിൽ വരണം. പിന്നെ നാളെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ ഡിപ്പോയിൽ നിന്ന് നേരെ പോവാണ്. അപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വണ്ടിക്ക് ഡീസലങ്ങ് അടിച്ചിടുവാണെങ്കിൽ നാളെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വരണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീസൽ അടിക്കാൻ പോട്ടോ. മഴയുടെ ആ ഒരു അന്തരീക്ഷം മാറിയില്ല കേട്ടോ. ഇപ്പോഴും മഴയുടെ ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പോഴും പുറമൊക്കെ ഇങ്ങനെ മൂടി മഴ പെയ്യാനുള്ള ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. വൈകുന്നേരം മഴയുണ്ട്. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട്, ശക്തമായ ഒരു മഴയല്ല. നമ്മളങ്ങനെ പമ്പിൽ ഡീസൽ അടിക്കാൻ വന്നു. നമ്മൾ തന്നെ ഇറങ്ങി ഡീസൽ അടിക്കണം കേട്ടോ. ഇവിടെ പമ്പിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീസൽ അടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡീസൽ അടിച്ചു, കയറി ബില്ല് പേ ചെയ്തു. നമ്മളെ വാഹനം അവിടെ കിടക്കണ്ട കേട്ടോ. കണ്ടില്ലോ. ഈ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നേരെ നമ്മൾ വീട്ടിൽ പോകുന്നു. വീക്കെൻഡിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വീക്കെൻഡിന്റെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലും തട്ടിക്കൂട്ടണം.